ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രിപ്പിംഗ് സ്റ്റുഡിയോ. സാരി എല്ലാ സിറ്റുവേഷനും യോജിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ്. സാരി നമ്മൾ ഉടുക്കുന്നത് പോലെ ആയിരിക്കും അതിൻ്റെ ഭംഗിയും. അതായത് എത്ര വില കുറഞ്ഞതായാലും എത്ര കാണാൻ ഭംഗിയില്ലാത്ത ഒരു സാരിയും നമ്മൾ നീറ്റായിട്ട് ഒതുക്കി ഉടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് സാരി എങ്ങനെ നീറ്റായിട്ട് ഉടുക്കാമെന്നും, അതായത് സാരി ഉടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഏജ് കുറയ്ക്കുന്ന രീതിയിൽ സാരി ഉടുക്കാമെന്നും, എങ്ങനെ നമുക്ക് നല്ല ഷേപ്പോടെ സാരി ഉടുത്തെടുക്കാമെന്നും നോക്കാം. മെയിനായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏജ് എങ്ങനെ സാരി ഉടുക്കുമ്പോൾ സാധാരണ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി പോലും സാരി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ മെച്യൂരിറ്റിയായ ഒരു സ്ത്രീയുടെ പക്വതയോടെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഏജ് കുറച്ച് തോന്നിക്കാം എന്നുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 4-5 പോയിൻ്റാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് ഉടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോർമലായിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് സാധാരണ നമ്മൾ പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഞാൻ ആദ്യം കാണിക്കാം. അതിനുശേഷം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഏജ് കുറച്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാരി ഡ്രേപ്പിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്ന് നമുക്ക് ഉടുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ സാധാരണ സാരി ഡ്രേപ്പിംഗ് രീതിയാണ്. പ്ലേറ്റൊക്കെ എടുത്ത് ഒതുക്കി വെച്ച് സൈഡ് ലോവർ പ്ലേറ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിൽ സാരി ഉടുക്കുന്ന സമയത്താണ് നമുക്ക് ഏജ് കൂടുതൽ തോന്നിക്കുന്നതെന്ന് അടുത്ത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് അപ്പർ പ്ലേറ്റിൻ്റെ കാര്യമാണ്. അപ്പർ പ്ലേറ്റ് എപ്പോഴും കൂടുതൽ ഏജ് എത്ര കൂടിയവരായിരുന്നാലും, അതായത് 20 മുതൽ 60-നിടയിൽ എത്ര വയസ്സുള്ളവരും എത്ര ഏജ് ഉള്ളവരും പ്ലേറ്റ് കൂടുതലെടുത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പ്ലേറ്റിൻ്റെ ഈ പൊസിഷൻ ഇത് ഈ രീതിയിൽ തന്നെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഏജ് കുറച്ച് തോന്നിക്കും. ഈ പ്ലേറ്റിൻ്റെ ഈ പൊസിഷൻ ഈ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏജ് കുറച്ച് തോന്നിക്കും. ഇപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഈ രീതിയിൽ ഒതുക്കി മേളിലോട്ട് ഒത്തിരി കയറ്റി വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇത്രയും കയറ്റി വെച്ച് ഉടുക്കുന്ന സമയത്ത് നമുക്ക് ഏജ് കൂടുതൽ തോന്നിക്കുന്നുണ്ട്. ഒരിക്കലും ഇത്രയും പ്ലേറ്റ് ഇത്രയും കയറ്റി വെച്ച് കൊടുക്കാൻ പാടില്ല. പകരം പ്ലേറ്റ് എപ്പോഴും ഒതുക്കി ഈ ഒരു പൊസിഷനിൽ തന്നെ നിർത്താൻ നോക്കുക. ഈ ഒരു പൊസിഷനാണ് എപ്പോഴും സാരി ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് മാക്സിമം കൂടുതൽ പ്ലേറ്റ് എടുത്ത് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, രണ്ടാമത്തത് ഈ പ്ലേറ്റ് ഈ മേളത്തെ ഈ ടോപ്പ് പ്ലേറ്റ് ഒരിക്കലും മുകളിലേക്ക് ഈ രീതിയിൽ കയറ്റി വെച്ചിട്ട് ഉടുക്കാൻ ശ്രമിക്കരുത്. ഈ ഒരു പൊസിഷനിൽ നിർത്തരുത്. പകരം ഈ പ്ലേറ്റ് എപ്പോഴും ഈ ലെവലിൽ തന്നെ കീപ്പ് ചെയ്ത് ഉടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിക്കുക. അടുത്ത് നമുക്ക് ലോവർ പ്ലേറ്റ് നോക്കാം. ലോവർ പ്ലേറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഈ ലോവർ പ്ലേറ്റ് പിൻ ചെയ്യേണ്ടത് ബെല്ലി ബട്ടൻ്റെ തൊട്ട് താഴെയുള്ള പൊസിഷനിലാണ്. ഇതിനി ഇടതുവശത്തേക്ക് കയറ്റിയിട്ട് പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഏജ് കൂടുതൽ തോന്നിക്കും. പകരം ബെല്ലി ബട്ടൻ്റെ നേരെ തന്നെ ഈ ലോവർ പ്ലേറ്റിൻ്റെ
പൊസിഷൻ ബെല്ലി ബട്ടൺ നേരെ പിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു ഷേപ്പും സൈസും കിട്ടും. സാരി ഉടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അതായത് മൊത്തത്തിലൊരു ഷേപ്പ് തോന്നിക്കുകയും ചെയ്യും. പിന്നെ അപ്പർ പ്ലേറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബോർഡർ, അതായത് ഈ ഫസ്റ്റ് ബോർഡർ ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നമുക്ക് വണ്ണം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും, ഏജും കൂടുതൽ തോന്നിക്കും. ഇതുപോലെ പകരം ഈ ഒരു പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഈ ബോർഡറിൻ്റെ പൊസിഷൻ എപ്പോഴും ഈ പൊസിഷനിൽ തന്നെ, ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം ഇത് ഈ ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ സാധാരണ വയറ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പിൻ ചെയ്യും. ഇങ്ങനെയൊക്കെ പിൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഷേപ്പും പോകും, നമുക്ക് ഏജ് തോന്നിക്കും, വണ്ണം കൂടുതലുള്ള പോലെയും തോന്നിക്കും. പകരം ഈ ബോർഡറിൻ്റെ പൊസിഷൻ നമ്മൾ ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സൈഡ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നിന്ന് ഈ പ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ പിൻ ചെയ്യാം, പിന്നെ ഇവിടെയും പിൻ ചെയ്യാം. അങ്ങനെ പിൻ ചെയ്ത ശേഷം ഈ ബോർഡർ പിടിച്ച് നേരെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗം മൊത്തം മറിഞ്ഞിരിക്കും, ഈ സൈഡ് കാണത്തതുമില്ല. അതുപോലെ തന്നെ ഈ ടോപ്പിൽ കൊടുക്കുന്ന ഇവിടെ ഈ കൊടുക്കുന്ന പിന്നെ ഈ ഇത്രയും പ്ലീറ്റ് കുറച്ചുകൂടെ ബ്ലൗസിൽ നിന്ന് 1 ഇഞ്ച് അകലത്തിൽ വിട്ട് പിൻ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് നീറ്റായിട്ട് മറഞ്ഞു കിടക്കുകയും ചെയ്യും. നമുക്ക് ചെറിയ പ്ലീറ്റ് എടുക്കാനും പറ്റും. ശരീരം മറഞ്ഞിട്ടും ഉണ്ടാവും, മറഞ്ഞു കിടക്കുന്നതുമാണ്. ഈ ഭാഗം മറഞ്ഞു കിടക്കുന്നതുമാണ്. അപ്പോൾ ഈ ബോർഡർ എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊരിക്കലും ഇങ്ങനെ വലിച്ച് പൊക്കരുത്. നമുക്കിനി ഇവിടെ പിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസിൻ്റെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, അവിടെ വച്ചിട്ട് നമുക്ക് ഈ ബോർഡറും കൂടെ ചേർത്തിട്ട് ഈ രീതിയിൽ പിൻ ചെയ്യാം. പക്ഷേ ഈ ബോർഡർ ഈ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഈ രീതിയിൽ ഒരിക്കലും സാരി ഉടുക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായിരുന്നാലും ഏജ് കുറച്ച് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇത്രയും പ്ലീറ്റ് ഇങ്ങനെ ഇത്രയും ഈ പൊസിഷനിൽ ഒരിക്കലും സാരി ഉടുക്കരുത്. അതുപോലെ തന്നെ ഈ ബോർഡർ കുറച്ചുകൂടെ ഒതുങ്ങി ഈ ലോവർ പ്ലീറ്റ് കുറച്ചുകൂടെ വലതുവശത്തേക്ക് ചേർന്ന് ബെല്ലി ബട്ടൻ്റെ നേർഭാഗത്തായിട്ട് ടക്കിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ രീതിയാണ് സാരിയിൽ ഏജ് നമ്മളെ കൂട്ടിക്കാണിക്കുന്നത്. പകരം നമുക്ക് ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബോർഡറും ഈ ലോവർ പ്ലീറ്റും എല്ലാം ഒന്നുകൂടെ ഒന്ന് ഒതുക്കി ഉടുത്തു കഴിഞ്ഞാൽ, അതായത് ഒന്നുകൂടെ ചെറുതാക്കി ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏജ് കുറച്ച് തോന്നിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ സാരി ഉടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏജ് കുറഞ്ഞ് തോന്നിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ബോർഡറിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്ന രീതി, ഈ സൈഡ്, അതുപോലെ തന്നെ ലോവർ പ്ലീറ്റിൽ ബെല്ലി ബട്ടൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ ലോവർ പ്ലീറ്റ് ടക്കിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബോർഡർ ഇതേ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സാരി ഉടുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പ്ലീറ്റും ഒരേപോലെ, അതായത് ഒരുപാട് പ്ലീറ്റ് എടുത്തിട്ട് വേണം അപ്പർ പ്ലീറ്റും പിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാരി ഡ്രേപ്പിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സാരി ഉടുക്കുമ്പോൾ ഏജ് കൂടുതൽ തോന്നിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും കൂടുതൽ ഏജ് തോന്നിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അപ്പർ പ്ലീറ്റും ലോവർ പ്ലീറ്റിൻ്റെയും പൊസിഷൻ നമ്മൾ ടക്കിൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പിൻ ചെയ്യുന്ന രീതി തെറ്റായത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് ഏജ് കുറച്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ബോർഡർ ഒരിക്കലും ഈ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പിൻ ചെയ്യാതിരിക്കുക. പകരം ഈ ബോർഡർ ഈ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ പ്ലീറ്റ്, നമുക്ക് എത്രത്തോളം പ്ലീറ്റ് കിട്ടുന്നോ അത്രത്തോളം പ്ലീറ്റ് എടുത്ത് അടുക്കി നന്നായിട്ട് ഒതുക്കി പിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ലോവർ പോർഷൻ എടുക്കുന്ന സമയത്ത് ഈ ബോർഡർ ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഈ ബോർഡർ ഇങ്ങനെ വലിച്ച് പൊക്കുകയോ ഒന്നും ചെയ്യാതെ ഈ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ലോവർ പ്ലീറ്റ് ടക്കിൻ ചെയ്യുന്ന സമയത്ത് ബെല്ലി ബട്ടൻ്റെ തൊട്ട് താഴെ വേണം ടക്കിൻ ചെയ്യാൻ. ഇത് ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഈ പൊസിഷൻ ഇങ്ങനെ കയറ്റി ഈ രീതിയിലൊന്നും പിൻ ചെയ്യരുത്.
പകരം ഇത് കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ പിൻ ചെയ്ത് ടക്കിങ് ചെയ്യാൻ നോക്കുക. അതുപോലെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഞങ്ങൾ വണ്ണമുള്ളവരാണെങ്കിൽ എങ്ങനെ ഇത്രയും ഒതുക്കി കൊടുക്കും, വയറ് കാണില്ലേ, ബ്രസ്റ്റിൻ്റെ സൈഡ് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് സൈഡ് മറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ബോർഡർ ഒരിക്കലും ഈ രീതിയിൽ വെച്ചിട്ട് പിൻ ചെയ്യാൻ ശ്രമിക്കരുത്. ഇതുപോലെ ക്രോസ് ആയിട്ട് പിൻ ചെയ്യരുത്. ക്രോസ് ആയിട്ട് പിൻ ചെയ്യുമ്പോൾ ഈ ബോർഡർ കയറുകയും ചെയ്യും, നമുക്ക് ഏജ് കൂടുതൽ തോന്നിക്കുകയും ചെയ്യും, വണ്ണം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.